36 കൊല്ലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടായിട്ട് മൂക്കത്ത് വരൽ വെച്ച് നോക്കി നിന്നവരോട് കൂടിയാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിനും മലബാറിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പാക്കേജായി അവതരിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇല്ലാതെ നിങ്ങൾ എവിടെ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളുമായിട്ട് മലപ്പുറത്ത് വന്നാലും മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ട ഒന്നാം നാള് മുതൽ, അല്ലെങ്കിൽ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ മലപ്പുറം ജില്ല സവിശേഷമായ വിവേചനങ്ങൾക്കും മാറ്റി നിർത്തലുകൾക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ 956 അല്ലെങ്കിൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ കേരളത്തിൽ 14 ജില്ലകളില്ല. എന്നാൽ കേരളത്തിലെ മറ്റേതൊരു ജില്ലയും രൂപീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകാത്ത ഒരു കോലിളക്കം 969 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ജില്ല രൂപീകരിക്കപ്പെട്ടാൽ അത് കുട്ടി പാകിസ്ഥാനായി മാറും എന്ന വാദം സവിശേഷമായും സംഘപരിവാർ ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതിനെ അല്പം മയപ്പെടുത്തി മലപ്പുറത്തൊരു ജില്ല രൂപീകരിക്കപ്പെട്ടാൽ അത് മാപ്പിളസ്ഥാനായി മാറും എന്ന ആക്ഷേപം ഉന്നയിച്ചവരുടെ കൂട്ടത്തിൽ മലപ്പുറം ജില്ലയിലും കേരളത്തിലുമുള്ള മതേതര പാർട്ടികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മലപ്പുറത്ത് വിഷയസംബന്ധമായി അന്നത്തെ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ആര്യാട മുഹമ്മദ് നടത്തിയിട്ടുള്ള മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ യാത്ര ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം മലപ്പുറത്തിനകത്തു നിന്നും പുറത്തു നിന്നും സജീവമായി തന്നെ ഇങ്ങനെ ഒരു ജില്ല രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എതിർ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 981 പത്തനംതിട്ട ജില്ല രൂപീകരിക്കപ്പെടുന്നത്. ഞാൻ ഇത് കമ്പയർ ചെയ്ത് പറയാൻ കാര്യം, പത്തനംതിട്ട ജില്ല രൂപീകരിക്കാൻ ആകെ കൂടെ കാരണക്കാരനായത് കെ കരുണാകരൻ നായർ എന്ന് പറയുന്ന ഒരു MLA ആണ്. അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചതാണ്, ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡ് വെച്ചതാണ്. അദ്ദേഹം മന്ത്രിസ്ഥാനം ഒന്നുമല്ല ആഗ്രഹിച്ചത്. അദ്ദേഹം ഒരു ജില്ല വേണമെന്നൊരു ഡിമാൻഡ് വെക്കുകയും നാട്ടിലൊരു കോലിളക്കവും ഇല്ലാതെ യാതൊരു രാഷ്ട്രീയപരമായ വാഗ്വാദങ്ങളും സംവാദങ്ങളൊന്നും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ 81 പത്തനംതിട്ട ജില്ല രൂപീകരിക്കപ്പെട്ടു. എന്നാൽ 69 സ്വാഭാവികമായും വികസനത്തിന്റെ കണക്ക്, വിഭവങ്ങളുടെ വിതരണത്തിന്റെ കണക്കുകൾ ജനസംഖ്യാനുപാതികമായി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ ഫെഡറൽ സംവിധാനങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ താല്പര്യത്തിന്റെ പുറത്ത് വികസനം താഴെ തട്ടിലേക്ക് എത്തണം എന്നുള്ള ഭരണകൂടപരമായ അല്ലെങ്കിൽ ഭരണപരമായ താല്പര്യത്തിന്റെയും സൗകര്യത്തിന്റെയും ഭാഗമായി 969 മലപ്പുറത്തൊരു ജില്ല രൂപീകരിക്കപ്പെടുമ്പോ ഞങ്ങളുടെ വികസന പങ്കിൽ നിന്ന് മലപ്പുറത്തുകാർ കൊണ്ടുപോകുന്നു എന്നുള്ള വാദമല്ല ഉണ്ടായത്. നേരെ മറിച്ച് വംശീയമായി ഇതാ മലപ്പുറത്തെന്തോ വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവിന്, സാമുദായികമായിട്ടുള്ള ഒരു ജില്ലാ രൂപീകരണത്തിന് വഴിയൊരുങ്ങുന്നു എന്ന ചർച്ചകളിലാണ് 970കളിൽ ജനാധിപത്യ കേരളം സാക്ഷ്യം വഹിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതോ ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു ചെറിയ വിഷയത്തിൽ മലപ്പുറം ജില്ല അനുഭവിക്കുന്ന എന്തോ ചെറിയ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് മലപ്പുറം എന്ന ആശയത്തിന് തന്നെ അതിന്റെ രൂപീകരണത്തിന്റെ 1-ാം നാൾ മുതൽ അള്ളുവെക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ
കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ വികസനപരമായ വിഷയങ്ങളിലും അത് ഉണ്ടാകും. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അതിന്റെ രൂപീകരണ കാലഘട്ടത്തിന്റെ നല്ലൊരു ശതമാനവും കഴിഞ്ഞ 8 വർഷക്കാലം മലപ്പുറത്ത് ഞങ്ങളുടെ സമരങ്ങളുടെ നല്ലൊരു പങ്കും ഞങ്ങൾ നിർവഹിച്ചത് മലപ്പുറത്തെ 10ാം തരം പാസ്സാകുന്ന കുട്ടികളുടെ +1 സീറ്റുമായി ബന്ധപ്പെട്ട ലഭ്യതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലും സംവാദങ്ങളിലുമാണ്. കേരളത്തിൽ ഒരു വർഷം 10ാം തരം പാസ്സാകുന്ന 3 കുട്ടികളിൽ ഒരു കുട്ടിക്ക് പൊതു സംവിധാനത്തിൽ പഠിക്കാനിടമില്ലാത്ത ഒരേ ഒരു ജില്ല അത് മലപ്പുറം ജില്ലയാണ്. ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ 84,000-ഓളം ആളുകൾ ഉപരിപഠനത്തിന് അവരുടെ ചോയ്സായി +1 സെലക്ട് ചെയ്ത് അപേക്ഷിച്ച് സീറ്റിനായി കാത്തുനിന്നവരുടെ എണ്ണം മലപ്പുറത്തുണ്ട്. ആ 84,000 ആളുകൾ +1 പഠിക്കാൻ അവസരം കാത്തു നിന്നപ്പോ അതിൽ ഏതാണ്ട് 50,000 ആളുകൾക്ക് പഠിക്കാനുള്ള അവസരം ലഭ്യമാവുകയും 34,000-ഓളം കുട്ടികൾക്ക് പൊതു സംവിധാനത്തിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം മലപ്പുറത്തുണ്ടാകും. ഇത് ആദ്യമായി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം 2024 മാത്രം സംഭവിച്ച ഒരു വിഷയമല്ല. 1998 നമ്മുടെ നാട്ടിൽ +2 സംവിധാനം നിലവിൽ വരുന്നത്. ഇ കെ നായനാരുടെ ഗവൺമെന്റ് അന്ന് PJ ജോസഫ് ഇടതുപക്ഷത്തായിരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ പ്രീ ഡിഗ്രി സംവിധാനം നമ്മുടെ നാട്ടിൽ നിർത്തലാക്കിക്കൊണ്ട് +2 സംവിധാനം നടപ്പിലാക്കി. ഒന്നാമത്തെ സർക്കാർ +2 നടപ്പിലാക്കിയ ഒന്നാമത്തെ സർക്കാർ മലപ്പുറത്തിന് ജനസംഖ്യാനുപാതികമായിട്ടുള്ള വിഭവങ്ങൾ തന്നില്ല. 2001 കേരളത്തിൽ അധികാരത്തിൽ വന്ന AK ആന്റണിയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശത്തുകാരന് കൂടിയായിട്ടുള്ള നാലകത്ത് സൂപ്പി സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുമ്പോഴും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കുറച്ച് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നത് അധികവും പ്രൈവറ്റ് മേഖലയിലാണ്. പണം കൊടുത്ത് പഠിക്കാനുള്ള അവസരങ്ങളാണ് ഉണ്ടാക്കിയത്. ജനാധിപത്യപരമായി, ഭരണപരമായി, അവകാശപരമായി നമുക്ക് സൗജന്യമായി സർക്കാർ എയ്ഡഡ് സംവിധാനത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ആന്റണി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ സൂപ്പി സാഹിബിനോ ആ ഗവൺമെന്റിന്റെ അവസാനത്തിൽ വന്ന 1ാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ET ബഷീർ സാഹിബിനോ കഴിഞ്ഞില്ല. അവർ പണം കൊടുത്താൽ അഥവാ മലപ്പുറത്ത് പണം കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള വ്യഗ്രതയിലാണ് അവരുണ്ടായിരുന്നത്. 2001 കേരളത്തിലെ 10ാം തരത്തിന്റെ റിസൾട്ട് ഒന്ന് കുറഞ്ഞു പോയപ്പോ 964 CPIയിൽ നിന്ന് ഇറങ്ങിവന്ന് ഇടതുപക്ഷത്ത് CPM എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കാൻ രൂപീകരിച്ച ഇടതുപക്ഷ നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു നേതാവായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത് മലപ്പുറത്തെ കുട്ടികൾ തോൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ വിജയ ശതമാനം കുറയുന്നത് എന്നാണ്. നമ്മുടെ നാട്ടിൽ വിജയപേരി പദ്ധതി അതിനുശേഷം നടപ്പിലാക്കി. അങ്ങനെ മലപ്പുറത്തിന്റെ റിസൾട്ട് ക്രമാനുഗതമായി വളരാൻ തുടങ്ങി. 2001 കേരളത്തിന്റെ റിസൾട്ട് കുറയാനുള്ള കാരണക്കാർ മലപ്പുറത്തെ കുട്ടികൾ കൂട്ടം കൂട്ടമായി തോൽക്കുന്നതാണ് കാരണമെന്ന് പറഞ്ഞ സാക്ഷാൽ VS അച്യുതാനന്ദൻ 2003 10ാം തരം റിസൾട്ടിൽ മലപ്പുറത്ത് ഭേദപ്പെട്ട റിസൾട്ട് വന്നപ്പോ അതേ VS അച്യുതാനന്ദൻ പറഞ്ഞത് മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിക്കുന്നത് കൊണ്ടാണ് വിജയിക്കുന്നത് എന്നാണ്. അത്രമേൽ മലപ്പുറം വിരുദ്ധമായ മനോഭാവം ഇടതുപക്ഷം എല്ലാ കാലഘട്ടത്തിലും വെച്ചു പുലർത്തിയിരുന്നു എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വന്ന VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിൽ MA ബേബി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും മലപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനുശേഷം വീണ്ടും 2ാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഔക്കാദർ കുട്ടി നഹാ സാഹിബിന്റെ മകൻ PK അബ്ദുറബ്ബ് സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു. ഞാനത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന UDFന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് 5 വർഷക്കാലം അബ്ദുറബ്ബ് സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു. താരതമ്യേന മലപ്പുറത്തെ കുട്ടികൾ കൂട്ടം കൂട്ടമായി പഠിക്കാൻ തുടങ്ങിയ ഒരു കാലം, ഇവിടെ സീറ്റിന്റെ അപര്യാപ്തത കൂടിക്കൂടി വന്ന ഒരു കാലം, 5 വർഷക്കാലം തിരൂരങ്ങാടി മണ്ഡലത്തിൽ നിന്ന് പ്രതിദാനം ചെയ്തുകൊണ്ട് അബ്ദുറബ്ബ് സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണം, കേരളത്തിൽ 10ാം തരം പാസ്സാകുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പൊതു സംവിധാനത്തിൽ സീറ്റുകളില്ലാത്ത,
കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ പിന്നാക്കാവസ്ഥയിൽ 1ാം റാങ്കുള്ള മണ്ഡലം PK അബ്ദുൾ റബ്ബ് സാഹിബ് പ്രതിദാനം ചെയ്യുന്ന തിരൂരങ്ങാടി മണ്ഡലമാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ മാനക്കാടിന്റെ 1ാം സ്ഥാനമെങ്കിലും നീക്കാനുള്ള ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടി സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അബ്ദുൾ റബ്ബ് സാഹിബിനുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ മലപ്പുറത്തെ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും അഥവാ 1998 മുതൽ 2025 വരെ 6 ഗവൺമെന്റുകൾ കേരളം ഭരിച്ചു, മാറി മാറി ഭരിച്ചു. അതിൽ 4ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. 10 വർഷം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗാണ്. 10 വർഷം മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് 13 വർഷമായി അല്ലെങ്കിൽ 16 വർഷമായി ഇടതുപക്ഷം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് മലപ്പുറത്ത് 3 കുട്ടികൾ 10ാം തരം പാസ്സാകുമ്പോൾ അതിലൊരു കുട്ടിക്ക് ഉപരിപഠനത്തിന് സർക്കാർ സംവിധാനത്തിൽ അവസരമില്ലാത്ത ഗതികേട് തുടരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ അന്യായത്തെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തെരുവിൽ ചോദ്യം ചെയ്ത് അതിന്റെ 8 വർഷക്കാലങ്ങളിൽ അതിന്റെ സമയത്തിന്റെ നല്ല ഒരു പങ്ക് ചെലവഴിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, മലപ്പുറത്ത് ഈ വർഷം ഞങ്ങൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരമകൾ ഹാജറ ജുമ്മ ഞങ്ങളുടെ മലപ്പുറം മെമ്മോറിയൽ സമരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്, മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നേടിക്കൊടുത്തിട്ടേ ഞങ്ങൾ ഞങ്ങളുടെ മലബാർ അവകാശ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കൂ എന്ന്. ഞങ്ങൾ ആ സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്, മലപ്പുറം ജില്ലയിൽ 5000-ഓളം 6000-ഓളം സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് മലപ്പുറത്തേക്ക് അധികമായി ബാച്ചോ സീറ്റോ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച പോലുമില്ല എന്ന്. അഥവാ ഇവിടെ സീറ്റ് എക്സസ് ആണ്. അങ്ങനെ മലപ്പുറത്ത് സീറ്റ് ഇങ്ങനെ കൂമ്പാരം പോലെ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞ ശിവൻകുട്ടിയെ കൊണ്ട് നിരന്തരമായി സമരങ്ങളിലൂടെ, നിരന്തരമായ അവകാശ പോരാട്ടങ്ങളിലൂടെ 6000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞ ശിവൻകുട്ടിയെ കൊണ്ട് 7800 സീറ്റ് മലപ്പുറം ജില്ലയിലേക്ക് അനുവദിച്ച സംഘടനയുടെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞങ്ങൾ ഈ നിവർത്തന പ്രക്ഷോഭം പ്രഖ്യാപിക്കുമ്പോ ഞങ്ങൾ 7 ഡിമാൻഡുകൾ മുന്നിൽ വെക്കുന്നുണ്ട്. ആ 7 ഡിമാൻഡുകളും ഇവിടത്തെ ഗവൺമെന്റുകളെ കൊണ്ട് നടപ്പിലാക്കി മാറ്റിയിട്ട്, അത് തീരുമാനമാക്കി മാറ്റിയിട്ടേ ഞങ്ങൾ ഈ സമരത്തെ അവസാനിപ്പിക്കൂ എന്നാണ് ഞങ്ങളുടെ സമര പാരമ്പര്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മലപ്പുറത്ത് ഒരു KSRTC ആസ്ഥാനമുണ്ട്. ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോ ഒരേ ദിവസം ഒരേ A4 പേപ്പറിൽ ഇറങ്ങിയ ജിയോ ഓർഡറിൽ, ഗവൺമെന്റ് ഓർഡറിൽ, ഒരേ പേപ്പറിൽ ഒരേ ദിവസം ഇറങ്ങിയ ഓർഡറിൽ പ്രഖ്യാപിക്കപ്പെട്ട KSRTC ആസ്ഥാനമാണ് തിരുവനന്തപുരത്തെ തമ്പാനൂരിലുള്ള KSRTC ആസ്ഥാനം. അതേപോലെ കോഴിക്കോട് നഗരത്തിലുള്ള കോഴിക്കോട് KSRTC ആസ്ഥാനം, അതേപോലെ മലപ്പുറം നഗരത്തിലെ KSRTC ആസ്ഥാനം. ഇത് 3ഉം ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ ഒരേ ദിവസം ഒരേ ജിയോ നമ്പറിൽ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട KSRTC ആസ്ഥാനങ്ങളാണ്. എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ കോഴിക്കോട് KSRTC ആസ്ഥാനം നിർബന്ധമായും സന്ദർശിച്ച ആളുകളായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രഖ്യാപിച്ചു, കോഴിക്കോട് KSRTC ആസ്ഥാനം കമ്മീഷൻ ചെയ്തു, ആളുകൾ ഉപയോഗിച്ചു, അവിടെ ബസ്സുകൾ കയറി ഇറങ്ങി, അത് പഴകി. എന്നിട്ട് അതിന്റെ റിനോവേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് റീടെൻഡർ വിളിച്ച സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. തമ്പാനൂരിൽ പ്രഖ്യാപിക്കപ്പെട്ട KSRTC ആസ്ഥാനവും ഉദ്ഘാടനം കഴിഞ്ഞു, ആളുകൾ ഉപയോഗിച്ചു, അത് പഴകി. അതിന്റെ റിനോവേഷൻ വർക്കിന് വേണ്ടി ഗവൺമെന്റ് റീടെൻഡർ വിളിച്ചു. ഒരേ ദിവസം ഒരേ ജിയോ ഓർഡറിൽ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട മലപ്പുറത്തെ KSRTC ആസ്ഥാനം ഇന്നും അതിന്റെ പണി പോലും പൂർത്തിയാകാതെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 1.5 പതിറ്റാണ്ടായി. മലപ്പുറത്ത് MLA ഇല്ലാഞ്ഞിട്ട? മലപ്പുറത്തൊരു MLA ഇല്ലാത്തത് കൊണ്ടാണോ? കേരളത്തിൽ പൊതുഗതാഗത സംവിധാനം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇല്ലാത്തത് കൊണ്ടാണോ? പൊതുഗതാഗത വകുപ്പ് മന്ത്രി ഇല്ലാത്തത് കൊണ്ടാണോ? ഒരേ ദിവസം ഒരേ ഓർഡറിൽ പ്രഖ്യാപിക്കപ്പെട്ട KSRTC ആസ്ഥാനം എന്തുകൊണ്ട് മലപ്പുറത്ത് മാത്രം വന്നില്ല എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിമാൻഡ്, ഒരു ചോദ്യം എന്ന് പറയുന്നത്.
ആ മലപ്പുറത്തെ KSRTC സ്റ്റാൻഡിൽ നിന്ന് രേഖാപരമായി 23 ഓർഡിനറി KSRTC ബസ്സുകൾ മലപ്പുറത്ത് സർവീസ് നടത്തുന്നുണ്ട്. ആ 23 ഓർഡിനറി KSRTC ബസ്സുകളിൽ യാത്ര ചെയ്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നവരായിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങോട്ടാണ് ബസ് പോയത്? രേഖയിൽ ഓർഡിനറി ബസ്സാണ്, എന്നാൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഓർഡിനറി കം ടൗൺ ടു ടൗൺ ബസ്സായി ഓടിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറത്ത് മാത്രം ജനങ്ങളുടെ സൗകര്യത്തിനു വേണ്ടി പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾ എങ്ങനെയാണ് ഇതുപോലെ അട്ടിമറിക്കപ്പെടുന്നത്? മലപ്പുറത്തെ എത്ര KSRTC ബസ്സിൽ മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കിട്ടുന്നുണ്ട്? കൺസെഷൻ കിട്ടൂല, കാര്യം ടൗൺ ടു ടൗൺ ബസ്സാണ്. 23 ഓർഡിനറി ബസ്സുകൾ പേര് മാറ്റി നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് മലപ്പുറത്തെ റോഡിലൂടെ ദിവസങ്ങളോളമായി വർഷങ്ങളോളമായി കബളിപ്പിച്ച് 23 KSRTC ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് ആ 23 ഓർഡിനറി ബസ്സും ഓർഡിനറി സ്റ്റാറ്റസിൽ നിലനിർത്തിക്കൊണ്ട് മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് കൂടി കൺസെഷൻ കിട്ടുമാറ് അതിന്റെ സർവീസിന്റെ ഘടനയെ പുനഃക്രമീകരിക്കണമെന്നാണ്. പോരാ, മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് അഥവാ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേഖലകളിലേക്ക് സ്റ്റുഡൻസ് ഉള്ളി ഓർഡിനറി ബസ്സുകൾ പ്രഖ്യാപിക്കണമെന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ കാര്യമായി ആവശ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. എന്താ മലപ്പുറത്തിന് ഇത് സാധ്യമല്ലേ? മലപ്പുറത്തോട് മാത്രമെന്നാണ് വികസനപരമായ വിഷയങ്ങളിൽ ഈ അവജ്ഞയോടുകൂടിയുള്ള ഈ വിവേചനപരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുന്നത്? മലപ്പുറത്തിനൊരു മന്ത്രിയുണ്ട്, ആ മന്ത്രിക്കൊരു വകുപ്പുണ്ട്, ആ വകുപ്പ് കായിക വകുപ്പാണ്. ഞാനൊരു മെസ്സി ഫാനാണ്. മെസ്സിയെ കാണണമെന്ന് അതിയായ ആഗ്രഹമുള്ളയാളാണ് ഞാൻ. പക്ഷേ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മന്ത്രിയോട് പറയാനുള്ളത്, കോടിക്കണക്കിന് രൂപ കൊടുത്ത് മെസ്സിയെ കാണാൻ കാത്തിരിക്കുന്നവരല്ല മലപ്പുറത്തെ കുട്ടികൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് മലപ്പുറത്ത് ഒരുപാട് മെസ്സിമാരുണ്ട്, മലപ്പുറത്ത് ഒരുപാട് ക്രിസ്ത്യാനോമാരുണ്ട്, മലപ്പുറത്ത് ഒരുപാട് സലാവുമാരുണ്ട്. ഇവർക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടെങ്കിലും ഉണ്ടാക്കാൻ മലപ്പുറത്തെ മന്ത്രിക്ക് ധാർമ്മികപരമായി ബാധ്യതയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ പറയുന്നത്. മലപ്പുറത്ത് നിന്ന് മെസ്സിമാരുണ്ടാകണം, മലപ്പുറത്ത് നിന്ന് CR7മാരുണ്ടാകണം. അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം മലപ്പുറത്ത് സ്ഥാപിക്കാൻ 4 വർഷമായി കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്ദുറഹ്മാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആഷിഖുരണിയൻ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചപ്പോ അദ്ദേഹം ചെന്നക്ക ലഡുവായിട്ട് അവനെ സാന്ത്വനിപ്പിക്കാൻ. ആഷിഖുരണിന് വേണ്ടത് ലഡുവല്ല, അബ്ദുറഹ്മാന്റെ ഇക്ലി വർത്തമാനമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ഗ്രൗണ്ടാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിനും ലോകത്തിനും ഇന്ത്യക്കും പ്രഗത്ഭരായ കായിക താരങ്ങളെ സംഭാവന ചെയ്യുന്ന മണ്ണാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ മലപ്പുറത്ത് അത്യാധുനികമായ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ, ഞങ്ങളുടെ കുട്ടികൾക്ക് കളിച്ചു പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് വേണം. പോരാ, ഞങ്ങൾക്കൊരു കായിക സർവകലാശാല മലപ്പുറത്തിന് മാത്രമായിട്ട് വേണം. മലപ്പുറത്തിന് മാത്രമായ ഒരു കായിക സർവകലാശാല ഇവിടെ സ്ഥാപിക്കണമെന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് സംസാരിച്ചു. 14 ജില്ലകളിൽ ഒരു ജില്ല മാത്രം ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ ഒരൊറ്റ എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല, ഒരൊറ്റൊന്നില്ല. മഷിയിട്ട് നോക്കിയാൽ പോലും കാണാവുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് 36 വർഷം മലപ്പുറത്ത് നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഐക്യ കേരള രൂപം കൊണ്ടതിന് ശേഷം 3.5 പതിറ്റാണ്ട് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മലപ്പുറത്തെ മന്ത്രിമാരാണ്. എന്നിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പേരിനെങ്കിലും മലപ്പുറത്തേക്ക് സ്ഥാപിക്കാൻ ഈ ഒരൊറ്റ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ്, പെരിന്തൽമണ്ണയിൽ നമുക്കൊരു പോളിടെക്നിക് കോളേജ് ഉണ്ട്. നമ്മുടെ മങ്കട മണ്ഡലത്തിൽ, നമ്മുടെ സ്വന്തം ഈ മണ്ഡലത്തിൽ ഒരു പോളിടെക്നിക് കോളേജ് ഉണ്ട്. അതിന്റെ ക്യാമ്പസ് പ്രവിശാലമാണ്. ആ ക്യാമ്പസിൽ പോളിടെക്നിക് കോളേജ് നിലനിർത്തിക്കൊണ്ട് തന്നെ നൂതനമായ കോഴ്സുകളോട് കൂടി പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെ അഡ്രസ് ചെയ്യുന്ന നൂതനമായ ട്രേഡുകളോട് കൂടി ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറത്തെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സ്ഥാപിക്കണമെന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉയർത്തുന്ന മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട മലപ്പുറത്തിന്റെ ഒരു ആവശ്യമാണ്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ടു.
മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡ പ്രകാരം ഒരു മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 25 ഏക്കർ സ്ഥലം വേണം. മഞ്ചേരിയിലെ ജനറൽ ആശുപത്രിയും മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജും സംയുക്തമായി നിലകൊള്ളുന്നത് 23 ഏക്കറിലാണ്. വെറും 23 ഏക്കറിൽ. അഥവാ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നയപ്രകാരം ഒരു മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കാൻ പോലും സാധുതയില്ലാത്തവണ്ണം പരിമിതപ്പെട്ടുകൊണ്ടാണ് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് ഉള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു 2013 പ്രഖ്യാപിക്കപ്പെട്ടതാണ് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ്. അന്ന് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിന് സ്ഥലം ഏറ്റെടുക്കാൻ 13 കോടി പ്രഖ്യാപിച്ചു. അതിൽ 1 കോടി രൂപ സർവേ എന്നും പറഞ്ഞു ലാപ്സാക്കി കളഞ്ഞു. പ്രഖ്യാപിച്ച് 12 വർഷം പിന്നിടുമ്പോ ഇതുവരെ ആ 13 കോടിയിൽ നിന്ന് ഒരു പൈസ പോലും, 1 സെന്റ് ഭൂമി പോലും വാങ്ങാൻ ചെലവാക്കിയിട്ടില്ല. എന്നാൽ നമുക്ക് ശേഷം പ്രഖ്യാപിച്ച 2016 പ്രഖ്യാപിച്ച പത്തനംതിട്ട ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിന് സ്ഥലം ഏറ്റെടുക്കാൻ നബാർഡിന്റെ കൂടി സഹായത്തോടു കൂടി 200 കോടി പ്രഖ്യാപിച്ചു. 1/2 കോടി മനുഷ്യരുള്ള മലപ്പുറത്തിന് 13 കോടി, എന്നിട്ട് 12 കൊല്ലമായിട്ട് അതിൽ നിന്ന് നയാ പൈസ ചെലവാക്കാതെ എടുത്തു വച്ചിരിക്കുന്നു. മലപ്പുറത്തിന്റെ 4/1 ജനസംഖ്യയുള്ള പത്തനംതിട്ട ജില്ലക്ക് 200 കോടി. നമ്മളിവിടെ ഉദാരമായി കൊടുക്കാൻ സന്നദ്ധമായി അവിടെ പൊന്നുംബലക്ക് ഭൂമി വാങ്ങി. പൊന്നുംബലക്കാണ് 50ഓളം ഏക്കർ ഭൂമി 200 കോടി നബാർഡിന്റെ കൂടി സഹായത്തോടു കൂടി വാങ്ങിയെന്ന് മാത്രമല്ല, അതിനുശേഷം ആ 50 ഏക്കർ ഭൂമിയിൽ മെഡിക്കൽ കോളേജ് അഥവാ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു ഐഡിയൽ മെഡിക്കൽ കോളേജിന് എന്തൊക്കെ വേണമെന്ന് പറയുന്നുണ്ടോ ആ കാറ്റഗറികളെ മുഴുവൻ സാധൂകരിച്ചുകൊണ്ട് പിന്നീട് 336 കോടി രൂപ കോന്നിയിലെ മെഡിക്കൽ കോളേജിന് പ്രഖ്യാപിച്ചു. മൊത്തം 536 കോടി രൂപ കോന്നിയിലെ മെഡിക്കൽ കോളേജ്. 12 ലക്ഷം ജനങ്ങളുള്ള കോന്നിക്കാർക്ക് 536 കോടി രൂപ. 1/2 കോടി മനുഷ്യരുള്ള 50 ലക്ഷത്തോളം മനുഷ്യരുള്ള മലപ്പുറം ജില്ലക്ക് ആകെ കൊടുത്തത് 40 കോടിയോളം രൂപ. 10 പോലും കോന്നി മെഡിക്കൽ കോളേജിന് കൊടുത്തതിന്റെ 10 പോലും മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിന് കൊടുത്തില്ല എന്നിടത്താണ് ഈ വിവേചനത്തെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ചോദ്യം ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന എന്താ? നികുതിയല്ലേ? അഥവാ നികുതി കൊടുക്കുന്ന നികുതിദായകർക്ക് ആനുപാതികമായിട്ടുള്ള ഭരണകൂട സംവിധാനങ്ങൾ ഒരുക്കാൻ, ഭരണനിർവഹണ സംവിധാനങ്ങൾ ഒരുക്കാൻ, വികസന സംവിധാനങ്ങൾ ഒരുക്കാൻ ജനാധിപത്യപരമായി ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ടാകുമ്പോ മലപ്പുറത്തോട് വളരെ ക്രൂരമായ വിവേചനം വെച്ചു പുലർത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ്. വെട്ടേക്കാടുള്ള പ്രദേശ നിവാസികൾ പറഞ്ഞു, നമ്മളെ നാട്ടിലേക്ക് ഒരു മെഡിക്കൽ കോളേജ് വരില്ലേ, ഞങ്ങൾ 25 ഏക്കർ ഭൂമി സൗജന്യമായി കൊടുക്കാം, ബാക്കി 25 ഏക്കർ സർക്കാർ പറയുന്ന പൈസക്ക് തരാം. നിങ്ങൾ എത്രയാണോ പൈസ നിശ്ചയിക്കുന്നത് ആ പൈസക്ക് തരാം. 25 ഏക്കർ സൗജന്യമായും 25 ഏക്കർ സർക്കാർ നിശ്ചയിക്കുന്ന പണത്തിനും നൽകാമെന്ന് ഏറ്റ് 12 വർഷം കഴിഞ്ഞിട്ടും 1/2 സെന്റ് പോലും ഏറ്റെടുക്കാൻ കേരളം മാറി മാറി ഭരിച്ച UDF-നോ LDF-നോ കഴിഞ്ഞിട്ടില്ല. ഈ വിവേചനത്തെ മലപ്പുറത്തിന്റെ തെരുവിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു നമ്മുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംവിധാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അംഗീകാരം കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ഒരു നിലപാടുണ്ട്, ഒരു ചട്ടമുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പരമാവധി 100 കോളേജുകൾ അഫിലിയേറ്റ് ചെയ്യാം. പരമാവധി 100. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പരമാവധി 100 കോളേജുകൾ അഫിലിയേറ്റ് ചെയ്യാമെന്ന് UGC പറയുന്നു. മലപ്പുറത്തിനും തൃശൂരിനും പാലക്കാടിനും വയനാടിനും കോഴിക്കോടിനുമായിട്ടുള്ള 5 ജില്ലകൾക്ക് നമുക്കൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ 413 കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. UGCയുടെ മാനദണ്ഡ പ്രകാരം 4 യൂണിവേഴ്സിറ്റി വേണ്ടിടത്ത് നമുക്കുള്ളത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം DSU ക്യാമ്പസ് ഉൾപ്പെടെ 138 ക്യാമ്പസുകൾ, കോളേജുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 138 ക്യാമ്പസുകൾ അഫിലിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് കോഴിക്കോട് സർവകലാശാലയെ മലപ്പുറത്തിന് മാത്രമായിട്ട് ക്രമീകരിക്കണമെന്ന ഡിമാൻഡാണ്. ഞങ്ങളുടെ ഈ സമരത്തിൽ
ഞങ്ങൾ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് അതാണ്. നമ്മുടെ തീരദേശ മേഖലയിൽ ഒരു ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുണ്ട്. ആ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് സഞ്ചരിക്കാൻ സംവിധാനങ്ങളില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടി അമ്മ നമ്മുടെ തീരദേശ മേഖലയിലേക്ക് ഒരു ഫിഷറീസ് ടെക്നിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. രണ്ടാം പിണറായി സർക്കാരിനെ ആളുകൾ ചവിട്ടി പുറത്താക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. എന്നിട്ടും 10 വർഷത്തോളമായിട്ടും ഇതുവരെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട നമ്മുടെ തീരദേശ മേഖലയിലെ ഫിഷറീസ് ടെക്നിക്കൽ കോളേജ് യാഥാർത്ഥ്യമായിട്ടില്ല. തീരദേശ മേഖലയിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്വയം പര്യാപ്തതക്കും അവരുടെ വികസനപരമായ വിദ്യാഭ്യാസപരമായ മുന്നാക്കാവസ്ഥക്കും വേണ്ടി അടിയന്തിരമായി ഫിഷറീസ് ടെക്നിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്ന ഡിമാൻഡാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത്. ഞങ്ങളൊരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ്. ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നേർക്കുനേരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം മലപ്പുറത്ത് ഈ വിഷയങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നതല്ല. ഞങ്ങളുടെ മാതൃപ്രസ്ഥാനമായിട്ടുള്ള വെൽഫെയർ പാർട്ടി കഴിഞ്ഞ 13 വർഷക്കാലമായി മലപ്പുറം ജില്ലയും മലബാറും സവിശേഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസപരവും തൊഴിൽപരവും അടിസ്ഥാന സൗകര്യ വികസനപരവും അതുപോലെ പശ്ചാത്തല സൗകര്യപരവും പൊതുഗതാഗത സംവിധാനപരവുമായിട്ടുള്ള വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെടുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആ അർത്ഥത്തിൽ മലപ്പുറം ജില്ലയുടെയും മലബാറിന്റെയും വികസന പിന്നാക്കാവസ്ഥയെ നേർക്കുനേരെ അഡ്രസ് ചെയ്യുന്ന ഒരു മാതൃപ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇവിടുത്തെ വിദ്യാഭ്യാസ തൊഴിൽപരമായ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഞങ്ങളുടെ സമരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് നമ്മുടെ ഈ സമരങ്ങൾ, നമ്മൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അതിന്റെ മലപ്പുറം ജില്ലയിലെ 1ാമത്തെ ദിവസം മുതൽ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ അത്രയും വിജയിപ്പിച്ച അനുഭവമാണ് മലപ്പുറത്തിനും മലപ്പുറത്തെ ഫ്രട്ടേണിറ്റി ചെറുപ്പത്തിനുമുള്ളത്. ഈ സമരങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോ നമ്മൾ കുറച്ചധികം ഡിമാൻഡുകൾ ഉന്നയിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സാധ്യമാകുമോ എന്ന് തോന്നുമാറ് ആളുകൾക്ക് അങ്ങനെയാണ്. മലപ്പുറത്തേക്ക് എന്തെങ്കിലും വികസനപരമായ വിഷയങ്ങൾ വരുമ്പോൾ ആളുകൾ പറയും, അതിന് മലപ്പുറത്ത് ജനസാന്ദ്രത കൂടുതലാണല്ലോ, അവിടെ ഭൂമി കിട്ടും. പക്ഷെ മഞ്ചേരിയിൽ 25 ഏക്കർ നമ്മൾ സൗജന്യമായി കൊടുക്കാൻ സന്നദ്ധമാണ്. 25 ഏക്കർ സർക്കാർ പറയുന്ന പണത്തിന് കൊടുക്കാൻ സന്നദ്ധമാണ്. ഇവിടത്തെ പെരിന്തൽമണ്ണയിൽ നമ്മൾ 343 ഏക്കർ കൊടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളുടെ ഉദാരതയിൽ നിന്ന് മലപ്പുറം അതിന്റെ ബെനവലൻസിൽ നിന്ന് 343 ഏക്കർ സർക്കാർ പറയുന്ന തുച്ഛം പണത്തിന് അലിഗർ മുസ്ലിം ഓഫ് ക്യാമ്പസിന് നൽകിയില്ലേ? ഞങ്ങളോട് പറഞ്ഞത് എന്താ? ഈ അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയാകുമ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അലിഗർ മുസ്ലിം ഓഫ് ക്യാമ്പസ്. ഞങ്ങൾക്ക് നിങ്ങൾ നൽകിയ വാഗ്ദാനം എന്താ? ഉത്തരേന്ത്യയിൽ അലിഗർ ക്യാമ്പസ് പോലെ ഇങ്ങ് തെന്നിന്ത്യയിലെ അലിഗർ മുസ്ലിം ഓഫ് ക്യാമ്പസ് മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് നൽകിയത്. ചുരുങ്ങിയത് 5000 കുട്ടികൾ പഠിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ പഠിക്കുന്നത് 400ഓളം കുട്ടികളാണ്. അത് പ്രഖ്യാപിച്ചിട്ട് 1.5 പതിറ്റാണ്ടായി. ഞങ്ങൾ 343 ഏക്കർ ഭൂമി നിങ്ങൾ പറഞ്ഞ പണത്തിന് നൽകി. എന്നിട്ട് ഞങ്ങൾ നൽകിയ ഭൂമിയിൽ നിങ്ങൾ എന്തുണ്ടാക്കി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മലപ്പുറത്തിന്റെ ഉദാരതയെ, മലപ്പുറത്തിന്റെ ബെനവലൻസിനെ ചൂഷണം ചെയ്യുക എന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള വികസനങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ ഈ നാട് ഭരിച്ച ഒരു ഭരണകൂടവും ഇതുവരെയും നൽകാൻ സന്നദ്ധമായിട്ടില്ല എന്നതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പോരാട്ടം നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഈ പോരാട്ടത്തെ നമ്മൾ ശക്തിപ്പെടുത്തുമ്പോ നമുക്ക് മുമ്പിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിനും മലപ്പുറത്തിനും സവിശേഷമായി അതിന്റെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു പാക്കേജ്, അത് ഏത് മുന്നണിയാണോ പ്രഖ്യാപിക്കുന്നത്, അല്ല, അത് പ്രഖ്യാപിക്കാതെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ മലപ്പുറത്തോ മലബാറിലോ വോട്ട് നേടാൻ കഴിയാത്തവണ്ണം സമരോത്സുകമാക്കി നമ്മൾ മലപ്പുറത്തെയും മലബാറിന്റെയും തെരുവുകളെ മാറ്റുമെന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോ ഞങ്ങളുടെ കൂടെ പൊടിക്കൈ സമരം നടത്തുന്ന ആളുകളുണ്ട്. ഞാൻ അവരെ കൊച്ചാക്കിയില്ല, അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, നല്ലത്.
അങ്ങനെയുള്ള പൊടിക്കൈ വർത്തമാനവുമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നു കളയാം എന്ന് വിചാരിക്കരുത്. 36 കൊല്ലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടായിട്ട് മൂക്കത്ത് വിരൽ വെച്ച് നോക്കി നിന്നവരോട് കൂടിയാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിനും മലബാറിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പാക്കേജായി അവതരിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇല്ലാതെ നിങ്ങൾ എവിടെ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളുമായിട്ട് മലപ്പുറത്ത് വന്നാലും നിലം തൊടിയിക്കില്ല എന്ന പ്രഖ്യാപനവും എന്ന താക്കീതുമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ സമരം ഐതിഹാസികമായി ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ വരാനിരിക്കുന്ന പുതിയ നേതൃത്വം ഇപ്പൊ നമ്മൾ തുടങ്ങി വച്ച ഈ സമരത്തെ ആളും അർത്ഥവും നൽകി, അതിന് വളം നൽകി, അതിനെ മലപ്പുറത്തിന്റെ സമരമണ്ണിൽ കത്തിജ്വലിപ്പിച്ച് നമ്മുടെ പോരാട്ടങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നത് വരെ ഈ സമരത്തെ കൊണ്ടുപോകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് ഈ സമരം നമ്മളിവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. എന്റെ കൂടെ വന്ന സഹപ്രവർത്തകരോടാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ഈ സമരം പ്രഖ്യാപിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തേക്കുള്ള വൈദൂരങ്ങളാണ് നമ്മൾ സഞ്ചരിച്ചത്. അത്രയും നമ്മൾ തടി കുറക്കാൻ നടത്തിയ സമരമല്ല ഇത്. നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടത്തിയ ജോഗിങ് എക്സസൈസ് അല്ല ഇത്. നമുക്ക് വേറെയും കുറെ പണികൾ ഉണ്ടായിരുന്നു, നമുക്ക് വേറെയും സമര രീതികൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മലപ്പുറത്തിന്റെ സമര ചരിതത്തെ, മലപ്പുറത്തിന്റെ സമരമണ്ണിനെ തന്നെ ത്രസിപ്പിച്ച് നിർത്തണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അഥവാ നമുക്ക് ബാക്കിയുള്ളത്, മലബാറിനും മലപ്പുറത്തിനും ബാക്കിയുള്ളത് പ്രതീക്ഷ നൽകാത്ത പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുടെ വർത്തമാനങ്ങളെല്ലാം നേരെ മറിച്ച് നമ്മുടെ പൂർവികർ നയിച്ചിട്ടുള്ള ഒരു സമര പാരമ്പര്യത്തിന്റെ പോരാട്ടത്തിന്റെ പാദവീതികളാണ്. ആ പാദവീതികളെ ത്രസിപ്പിച്ച് മാത്രമേ മലപ്പുറത്തിന്റെയും മലബാറിന്റെയും അവകാശ പോരാട്ടങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം, ജില്ലാ നേതാക്കളോടൊപ്പം ഈ സമരത്തെ അതിന്റെ ആദ്യ മണിക്കൂർ മുതൽ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങളോടൊപ്പം ഈ സമരത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന എന്റെ സമര സഹപ്രവർത്തകരെ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ ശ്രമിച്ച മുഴുവൻ ആളുകളെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഊഷ്മളമായ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഭീം, ജയ് ഫ്രട്ടേണിറ്റി.